നമ്മുടെ സൃഷ്ടാവ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനാണ്, നമ്മുടെ രഹസ്യം അറിയുന്നവനാണ്, നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നവനാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും, പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെ സൃഷ്ടാവിന്റെ കൈകളെന്ന അംശത്തിലാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ നമുക്ക് കാണിച്ചു തരികയാണ്, അല്ലെങ്കിൽ ആ അള്ളാഹുവിലേക്ക് നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്ന് നമ്മൾ ആയത്തിൽ പഠിക്കാം. കാരണം തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ എന്താണോ പറയുന്നത് അത് അംഗീകരിച്ചാലേ നമുക്ക് വിജയമുള്ളൂ. ഇതിൽ തന്നെ 13ാമത്തെ സൂക്തം പറയുന്നത്, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണ് എന്ന് പറയുകയും പിന്നീട് ചൊവ്വയായ നിലയിൽ നിലകൊള്ളുകയും ചെയ്തവരാരോ അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. നമ്മൾ യഥാർത്ഥ സൃഷ്ടാവിനെ നമ്മൾ മനസ്സിലാക്കി അംഗീകരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് പറയുന്നത്. നമ്മൾ യഥാർത്ഥ സൃഷ്ടാവിനെ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ അധിക പേരും അത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അള്ളാഹു ഏതൊരു വസ്തുവിനെയും വലയം ചെയ്യുന്നവനാണെന്നും എല്ലാത്തിന്റെ കാര്യങ്ങളും അവൻ അറിയുന്നുണ്ടെന്നും നമ്മുടെ എല്ലാ രഹസ്യവും പരസ്യവും ഹൃദയത്തിലുള്ളത് അവൻ അറിയുന്നുണ്ടെന്നും നമ്മളെ ജീവൻ നിലനിർത്തുന്നതെന്ന് ഒക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വിശുദ്ധ ഖുർആൻ ഇറക്കിയെന്ന് അള്ളാഹു പറയുന്നുണ്ട്. മനസ്സിലാക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും യഥാർത്ഥ സത്യപാതയിൽ നമുക്ക് എത്താൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തിന് നൽകിയ അള്ളാന്റെ തെളിവുകള് അത് നമ്മൾക്ക് മനസ്സിലാക്കാത്ത കാലത്തോളം നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴാണോ അത് മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മൾ യഥാർത്ഥ സത്യത്തിന്റെ പാതയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും നമ്മൾക്ക് യഥാർത്ഥ സൃഷ്ടാവിന്റെ തെളിവുകൾ വന്നെത്തുന്ന സമയത്ത് നമ്മൾ അതിനെ നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ഇതിൽ 7ാമത്തെ സൂക്തം പറയുന്നുണ്ടല്ലോ, സുവിക്തമായ നിലയിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ സത്യം തങ്ങൾക്ക് വന്നെത്തുമ്പോൾ അതിനെപ്പറ്റി ആ സത്യനിഷേധികൾ പറയും ഇത് വ്യക്തമായ മായാജാലമാണെന്ന്. യഥാർത്ഥ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് അതൊരു മായാജാലമായിട്ടാണ് തോന്നുന്നത്. ഈ അധ്യായത്തിന്റെ ലാസ്റ്റിൽ പറയുന്നത് എന്താ? 35ാമത്തെ സൂക്തത്തില്, ആകയാൽ ദൃഢമനസ്കരായ ദൈവദൂതന്മാർ ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കുക, അവരുടെ സത്യനിഷേധികളുടെ കാര്യത്തിൽ നീ ധൃതി കാണിക്കരുത്. അവർക്ക് താക്കീത് നൽകപ്പെടുന്ന ശിക്ഷ അവർ നേരിൽ കാണുന്ന ദിവസം പകലിൽ നിന്നുള്ള ഒരു നാഴിക നേരം പോലും മാത്രമേ തങ്ങൾ ഇഹലോകത്ത് താമസിച്ചിട്ടുള്ളൂ എന്ന പോലെ അവർക്ക് തോന്നും. ഇതൊരു ഉത്ബോധനമാകുന്നു. എന്നാൽ ധിക്കാരികളായ ജനങ്ങളല്ലാതെ നശിപ്പിക്കപ്പെടുമോ? അല്ലെങ്കിൽ അള്ളാന്റെ തെളിവുകൾ വന്നെത്തിക്കഴിഞ്ഞാൽ വഴിയെ ശിക്ഷയ്ക്ക് ചാൻസ് ഉണ്ട്. കാരണം ഇത് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഉണ്ടാവും. ഒരു പക്ഷെ അംഗീകരിക്കാത്തവരിലേക്കാണ് ശിക്ഷ വരിക എന്നുള്ളത് നമ്മൾ ബൈബിളിൽ വരെ പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശം വെളിപ്പെടും, അത് വിശ്വസിക്കാത്തവരോട് സൃഷ്ടാവ് ക്രോധം കാണിക്കുന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. അപ്പൊ അതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അള്ളാന്റെ തെളിവുകൾ വന്നാൽ തീർച്ചയായിട്ടും വിശ്വസിക്കാത്തവരിലേക്കാണ് ശിക്ഷ വരിക എന്നാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. ഇപ്പൊ ഇനി അവസാന കാലഘട്ടത്തിലും ഇതേ കാര്യം ആവർത്തിച്ച് സംഭവിക്കും. അതോടുകൂടിയാണ് നമ്മുടെ ലോകാവസാനത്തിന്